അപ്പോൾ KCB മസ്തൂർ നോട്ടിഫിക്കേഷൻ വന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ബുക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നത്, അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ശരി. അപ്പം മൊത്തം നമ്മൾ 3 സെറ്റ് ബുക്കാണ് വാങ്ങിച്ചത്. ഓക്കെ, അപ്പം എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ബുക്ക് ഫസ്റ്റ് തുറക്കുമ്പോൾ സിലബസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ KW ഓപ്പറേറ്ററിൻ്റെ അതേപോലെ തന്നെ സിലബസ് കൊടുത്തിട്ടുണ്ട്. മൊഡ്യൂൾ വൈസ് കൊടുത്തേക്കണം. ഈ ബുക്ക് ഇലക്ട്രോണിൻ്റെ കേട്ടോ. പ്രൈസ് MRP 400 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ഓരോ കടയിലെത്തുമ്പോൾ ഡിസ്കൗണ്ട് റേറ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, നമുക്കിവിടെ സിലബസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻസ് ഉണ്ടോ നോക്കാം. നമ്മുടെ KW ഓപ്പറേറ്റർ കഴിഞ്ഞ ദിവസം റിവ്യൂ ചെയ്തിട്ടുണ്ടായില്ലേ, അതേ സെറ്റപ്പാണ് നമുക്ക് നോക്കാം. യെസ്, അതേ സെറ്റപ്പാണ്. ഡീറ്റെയിൽഡ് സൊല്യൂഷൻസ് ഉണ്ട്. ഇത് വോളിയം 2 ആണ് കേട്ടോ ബുക്ക്. വോളിയം 2ൽ ഉള്ളത് നമുക്ക് മൊഡ്യൂൾ 6 എന്ന് പറയുന്നത് AC മോട്ടേഴ്സ്, മൊഡ്യൂൾ 7 ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ്, മൊഡ്യൂൾ 8 ഇലുമിനേഷൻ ആൻഡ് ബേസിക് ഇലക്ട്രോണിക്സ്, മൊഡ്യൂൾ 9 പവർ ജനറേഷൻ, മൊഡ്യൂൾ 10 പവർ ട്രാൻസ്മിഷൻ. ഓക്കെ, ഇനി വോളിയം 1 ബുക്ക് നോക്കാം. വോളിയം 1 ബുക്ക് ഓക്കെ, അതേപോലെ തന്നെ സിലബസ് കൊടുത്തിട്ടുണ്ട്. ബേസിക് ഇലക്ട്രിസിറ്റി ആണ് മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2 ഓംസിലോ തന്നെ ഒരു മൊഡ്യൂളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, മൊഡ്യൂൾ 3 മാഗ്നറ്റിസം, മൊഡ്യൂൾ 4 ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആൻഡ് എർത്തിങ്, മൊഡ്യൂൾ 5 DC മെഷീൻസ്. ഓക്കെ, വീണ്ടും ഇവിടെ സിലബസ് കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻസ് ഉണ്ട് നോക്കാം കേട്ടോ. ഓക്കെ, ഡീറ്റെയിൽഡ് സൊല്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഇലക്ട്രോണിൻ്റെ ബുക്കുകളിൽ പ്രധാനമായിട്ട് നേരിടുന്ന ആരോപണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പക്ഷേ അതിന് ഇവിടെ കീസ് ഉണ്ടാവും. പഴയ മോഡൽ ബുക്ക് കേട്ടോ, കീസ് ഉണ്ടാവും. പക്ഷേ കീസും ഇതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. റാങ്ക് ഹോൾഡേഴ്സൊക്കെ ഈ ബുക്ക് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ കീസ് നമ്മൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ OMR പരീക്ഷയിൽ നെഗറ്റീവ് മാർക്ക് കയറും. 1 മാർക്ക് കൊണ്ട് നിങ്ങൾക്ക് എത്ര റാങ്ക് വ്യത്യാസം വരുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റിയിരിക്കും. ആദ്യമായിട്ട് PSC പരീക്ഷ എഴുതുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ, നമ്മൊരു എഞ്ചിനീയറിംഗ് എക്സാം എഴുതാൻ വേണ്ടി നമ്മൾ കീമൊക്കെ ചെയ്തിട്ടുണ്ടേ, 1 മാർക്ക് കൊണ്ട് നമ്മൾ എത്ര റാങ്ക് വ്യത്യാസം വരുമെന്ന് അറിയാൻ പറ്റില്ലേ. പക്ഷേ PSC പരീക്ഷയിൽ വരുമ്പോൾ എങ്ങനെയാണ്, ആ 1 മാർക്ക് കൊണ്ട് നമ്മുടെ ജോലി തന്നെ പോയി വിചാരിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇത് പറയാനുള്ളത്. നമുക്കിനി വേറെ കുറച്ച് ബുക്കുകൾ ചെയ്യാണ്ട്. ഇപ്പോൾ കുറേ പേര് പറയുന്നത് എന്തുകൊണ്ട് ഇലക്ട്രോണിൻ്റെ ബുക്ക് മാത്രമേ റിവ്യൂ ചെയ്യണുള്ളൂ എന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഇലക്ട്രോണിൻ്റെ ബുക്ക് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നിലവിലെ സാഹചര്യത്തിൽ. ഈ പുതിയ മസ്തൂർ പോലത്തെ എക്സാമ്പിൾക്ക് നമുക്ക് VDCയുടെ ഒക്കെ ബുക്ക് കിടക്കുന്നുണ്ട്. അതിന് മറുത്ത ദിവസം എന്തെങ്കിലും റിവ്യൂ ചെയ്യണമെന്നാണ്. നമുക്ക് ഇന്നിപ്പോൾ വേറൊരു പാക്കേജ് കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടീമിൻ്റെ കൂടി നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യണതാണ്. ഓക്കെ, ഈ ബുക്ക് വാങ്ങാൻ താല്പര്യമുള്ളവർ അടുത്തുള്ള നമ്മുടെ ബുക്ക് ഹൗസിൽ പോയി വാങ്ങാം. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ എപ്പോഴും പറയണ പോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ മറ്റേ മെയിൽ ID അവിടെ പിൻ ചെയ്യുക, അതിലോട്ട് മെയിൽ ചെയ്താൽ മതി. ഓക്കെ, എത്ര പേജസ് വരുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 444 പേജസ് ഉണ്ടോ. വോളിയം 2 വരുന്നത് ഇതെത്ര, ഇത് 450 പേജസ്. ഓക്കെ, ബൈ.